മോശമായില്ലല്ലോ അല്ലേ? സുധയ്ക്ക് ഒരിക്കലും ഒരു മോശപ്പെട്ട നൃത്തം ചെയ്യാൻ കഴിയില്ല. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. മുഖസ്തുതി. അല്ല സത്യം. പക്ഷെ ഞാനും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? നമ്മൾ മാത്രമുള്ള ഒരു ലോകത്ത്. എന്നെ സനന്തോൽപ്പനാവ് സാറല്ലേ? അതെ. നമസ്കാരം. ഞാൻ താര ഫിലിം വീക്കിലെ റിപ്പോർട്ടറാണ്, ശശാങ്കൻ. ഞാൻ സാറിന്റെ ഒരു ഫാനാണ്. സാർ എഴുതിയിട്ടുള്ള മുഴുവൻ വള്ളി പുള്ളി വിടാതെ ഞാൻ വായിച്ചിട്ടുണ്ട്. രമണ, സാറിന്റെ ഒരു ശീലെടുക്ക്. വേണ്ട വേണ്ട, എന്റെ പടം എടുക്കണ്ട. സാർ ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി ഒരു... ഞാൻ സിനിമാക്കാരനല്ല, അതുകൊണ്ട് നിങ്ങളുടെ പത്രത്തിന് എന്റെ പടവും ആവശ്യമില്ല. സാറിന്റെ ഒന്ന് രണ്ട് കഥകൾ സിനിമയായിട്ടുള്ളല്ലേ? അങ്ങനെ എല്ലാ അബദ്ധങ്ങൾ പറ്റിപ്പോയി. ഇനി അതുണ്ടാവില്ല. ഓ, എന്തൊരു ഹെഡ് വെയിറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഇയാളുടെ കഥകളൊക്കെ എന്തിനാ ഉള്ള? 3 അക്കാദമി അവാർഡ് കിട്ടിയ ഡൂറ്റ കയ്യിലാളുടെ അക്കാദമി അവാർഡിന്റെ പഞ്ഞം. ഒരു ഫോട്ടോ കിട്ടിയിരുന്ന മറ്റവളെ ചോദിച്ചൊരു ഗോസിപ്പ് കാച്ചായിരുന്നു. വഴിയുണ്ട്. എന്റെ ഡാൻസ് പ്രോഗ്രാം എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിയില്ലേ. ഞങ്ങള് സിബി മലയിലെ ഷൂട്ടിംഗ് കവർ ചെയ്ത് മടങ്ങുന്ന വഴിയാ. ടൗണിൽ പരസ്യം കണ്ടു. എന്നാ കണ്ടെന്ന് സംസാരിച്ച് പോകാലോ എന്ന് കരുതി. ഈ സിനിമാ വേദിയോട് വിട പറയാൻ എന്താണ് കാരണം? വ്യക്തിപരമാണ്. രാമദാസൻ നടനുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നതല്ലേ ശരിക്കും കാരണം? അല്ല. വീട്ടുകാരുടെ പിണങ്ങിയെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൽ വലിയ സത്യമുണ്ടോ? ദേവി ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണം. ഞാൻ ഇന്നൊരു നർത്തകി മാത്രമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആരാധകർക്ക് അറിയേണ്ടത് ഇതൊക്കെയാണ്. സോറി, എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നെ സനന്തപത്മനാഭൻ എന്ന പ്രശസ്ത നോവലിസ്റ്റുമായി നിങ്ങൾ പ്രേമത്തിലാണെന്ന് 2 മാസം മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് കുട്ടിക്കാലം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ആരാധികയായിരുന്നു. ഇപ്പോ നിങ്ങൾ അയാളുടെ കൂടെയാണ് താമസം അല്ലേ? എന്താ മറുപടി പറയാൻ ഒരു മടി? ഞാൻ പറയാം. എന്റെ കൂടെ തന്നെയാണ് താമസം. എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിത പങ്കാളിയായി. ഇനി എന്താ അറിയേണ്ടത്? ഞങ്ങളുടെ കിടക്കറ രഹസ്യം വല്ലതും അറിയണോ? സാർ, ഞാനത് പിന്നെ ആരാധകർക്ക് വേണ്ടി തന്നെയാണ്. എന്തൊക്കെയാണ് അറിയേണ്ടത്? ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. സാറ് ചൂടാകുന്നതിനാ? ഇഷ്ടമല്ലേ, ഞങ്ങളങ്ങ് പോയിക്കോളാം. പാടോ. തനിക്കിപ്പോഴും ഇത്തരം പ്രസിദ്ധിയോടുള്ള ഭ്രമം കുറഞ്ഞിട്ടില്ലേ? താൻ തന്റെ മേഖലയിൽ ഔന്നത്യങ്ങളിലെത്തുക, പ്രസിദ്ധി പിന്നാലെ വന്നോളൂ. സാരമില്ല, പോകണ്ടേ നമുക്ക്? ഞാൻ വന്നു. ഇതിപ്പോ പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ ആയല്ലോ. ചങ്ങമ്പുഴ എന്താ പറഞ്ഞത്? ചങ്ങമ്പുഴ എന്തോ പറഞ്ഞു. ചങ്ങമ്പുഴ പലതും പറഞ്ഞിട്ടുണ്ട്. എന്താ തനിക്ക് കേൾക്കണം? സ്മാർട്ട് ആവണ്ട. ഓ, ചുളുന്നില്ല കാറ്റ്. ഓ, ഇത് തണുപ്പണ്ട. കുട്ടിയെ സന്തോഷം. ഈശ്വര, ഈ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയോ? എന്തേ? ഒന്നുമില്ലടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തു. ആള് വീട് പൂട്ടി സ്ഥലം വിട്ടെന്നാ തോന്നണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേ, നല്ല തണുപ്പുണ്ടാ? നമുക്ക് തിരിച്ചു പോവാം. എങ്ങോട്ടോ? എങ്ങോട്ട്? പ്രീ പബ്ലിക്കേഷന്റെ കാശ് വാങ്ങിയവരോട് ഞാൻ എന്ത് സമാധാനം പറയും? നവംബർ മാസത്തിൽ പുസ്തകം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരെന്നെ നിർത്തി പൊരിക്കും. ചിരിക്കണ്ട. നിന്റെ പുസ്തകം ഞാൻ മണി പോലെ എഴുതി വാങ്ങും. എന്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല. വാസുവിനോട് പോലും വരച്ച വരയിൽ നിർത്തി എഴുതി വാങ്ങിയിട്ടുള്ളവനാ ഈ ചന്തു നായർ. ഏത് വാസു? തെങ്ങേറ്റക്കാരൻ വാസു. എടോ, MT വാസുദേവൻ നായർ. NS മറുത്തൊന്നും പറയില്ല. എന്നോട് അത്ര ബഹുമാന. അതെല്ലാ എഴുത്തുകാർക്കും അതെ. ബഷീർ പോലും എന്നെ ചന്തൂന്ന് തികച്ചു വിളിക്കില്ല. തൃശ്ശൂര് വന്ന പൂരപ്പറമ്പില് ഞങ്ങളുടെ ഒരു സഭയുണ്ടാവും. SK, ഉറൂബ്, മുണ്ടശ്ശേരി, വൈലോപ്പിള്ളി. അന്ന് ഞാൻ എങ്ങനെ നോക്കണോ? ഇത്രയേ ഉള്ളൂ. ഓഹോ. എന്താവശ്യത്തിനും ചന്തു നായർ വേണം. ഇത് വേണം, അത് വേണം, മറ്റത് വേണം. അതൊരു കാലം. ഈ വഴി ഇപ്പൊ എങ്ങനെയാ? അങ്ങനെ ഇറങ്ങിക്കിടും.
പട്ടി വലുതുണ്ടാവോ? ഏയ് പട്ടി ഉണ്ടാവില്ല, ഊട്ടിയല്ലേ. അതെന്താ? തണുപ്പല്ലേ. അയ്യടാ, നേർവഴി അടഞ്ഞ വളഞ്ഞ വഴി. ഇത് മൂപ്പരുടെ വീടാ? അതിന് കൊച്ചി മഹാരാജാവിന് ജനിക്കണം. കൊച്ചിയിലെ ഒരു തമ്പുരാട്ടിയുടെ ഭാഗത്തിൽപ്പെട്ട പാലസ. തമ്പുരാട്ടി ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുക. ഒരു നോട്ടക്കാരൻ നായരുടെ ഭരണമായിരുന്നു. അയാള് വിഴുങ്ങി വിഴുങ്ങി പാലസും കൂടി വിഴുങ്ങുന്നായപ്പോ നായരെ പിടിച്ച് പുറത്തേക്കാക്കി. അല്ലെങ്കിൽ ഈ നായന്മാരെവിടെ ചെന്നാലും. വേണ്ട വേണ്ട, സ്മാർട്ട് കളിക്കണ്ട. അതുപോട്ടെ, ഇതിരിക്കുവാ. വിറ്റ് കളയാൻ തമ്പുരാട്ടിക്ക് മനസ്സില്ല. 2-3 കൊല്ലം കൂടുമ്പോ വർമ്മയും മക്കളെയും കൂട്ടി ഒരു മാസം വന്ന് താമസിച്ചു പോയി. തമ്പുരാട്ടി NS വിളിച്ചേൽപ്പിച്ചു. ഒരു പൈസ വാടക കൊടുക്കണം, കാലാകാലം താമസിക്കാം. അവര് വല്ലപ്പോഴും വരുമ്പോ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താ മതി. അതെന്താ തമ്പുരാട്ടി NS തമ്മിൽ? തമ്പുരാട്ടി NS തമ്മിൽ ഒന്ന് നേർവഴിക്ക് ചിന്തിക്കിടും മാപ്പിളെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പിന്നെ ഒന്നില്ലെങ്കിൽ മറ്റത്, അതല്ലെങ്കിൽ ഇത്. എടോ, NS അവർക്ക് വലിയ ആരാധനയാ, അത്ര തന്നെ. ഓ, അത് ശരി. NS 3-4 കൃതികള് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അവരാ. ഒരിക്കൽ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ചന്തുവായരെ, NS നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, മുത്താണ്. ശരിയാ. നമ്മൾ എന്ത് വിലയാ മനുഷ്യന് കൊടുക്കുന്നത്? ചത്താലേ നമ്മൾ ഒരാളെ അംഗീകരിക്കും, പ്രത്യേകിച്ച് ഈ കേരളീയര്. ഏത് കട്ടുമ്പോ ഈ നേരത്ത്? ഞാൻ നോക്കിട്ട് വരാം. പൂർവജന്മത്തിൽ ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് സ്വന്തമാവില്ലായിരുന്നു. പുണ്യം ചെയ്തത് ഞാനാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരാളുടെ മനസ്സിൽ എങ്ങനെ എനിക്ക് സ്ഥാനം കിട്ടുക? ദേ, കട്ടുറുമ്പ് ബഹളം വയ്ക്കണു. സാമഗീതമേ സംഗീതമേ ഹൃദയ സാഗരങ്ങളേ. ഒരു ധീരം നിന്നെ കൈവിട്ട് കൊടുക്കാൻ വയ്യ. എനിക്ക് ബാക്കി പറയട്ടെ. ഇല്ല, നിനക്കവിടെ അറിയില്ല ലേടാ. ശ്രീദേവി എന്നോട് ജയിലിൽ വെച്ച് അവളുടെ കഥകൾ മുഴുവൻ പറഞ്ഞപ്പോ അവളുടെ കാമുകന്റെ പേര് സതീഷ് എന്നാണെന്നും അവന് കുവൈറ്റിലാണ് ജോലിയെന്നും കൂടെ അറിഞ്ഞപ്പോ അത് നീ ആയിരിക്കുമെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 വർഷമായിട്ട് നാട്ടിലേക്ക് വരാതിരുന്ന നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താ? ആരാ? ഞാൻ ചോദിക്കുന്ന കേട്ടൂടെ? ആരാണ്? എന്തു വേണം?
ഞാൻ ചന്തു നായർ, ഈസി ബുക്സ്, തൃശ്ശൂരിനാ വരുന്നേ. ഈ ചന്തു നായർ, നമ്മുടെ NS അനന്തപത്മനാഭൻ നോവലിസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ തരൂ. ആ വരൂ, കയറിയിരിക്കൂ, ഞാൻ അദ്ദേഹത്തോട് പറയാം. താങ്ക് യു. വരൂ. ഇരിക്കൂ. ആ അതിനെന്താ? അവിടെ ഇരിക്കടൂ. അപ്പോ കേട്ടതൊന്നും വെറും ഗോസിപ്പല്ല. ആളെ മനസ്സിലായ? ആരാ? സിനിമാ നടി സുധ. ഇവരെന്താ ഇവിടെ? അത് തന്നെ ഞാനും ആലോചിക്കണേ. NS വല്ല തിരക്കഥ എഴുതുന്നുണ്ടാവും. ഏയ് അങ്ങനെയൊന്നുമില്ല. NSന് തിരക്കഥയും സിനിമയും ഒന്നും ഇഷ്ടല്ല. നല്ല നല്ല സിനിമാ നടികളോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. സാറിന്റെ കഥയ്ക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും. എന്റെ ഈശ്വര, ഇനി ഇതിനെ പിരിച്ചു വിടണമെങ്കിൽ ഞാൻ തന്നെ കാശ് കൊടുക്കേണ്ടി വരുമോ? എന്താണോ ഇങ്ങ് പോകുന്നത്? വെറുതെ ഇങ്ങോട്ട് പോന്നു. ഊട്ടിയല്ലേ, ക്ഷേമ അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി. ക്ഷേമത്തിനൊരു കുറവില്ല. ഉവ്വ്, അത് ബോധ്യായി. നല്ല കളി ഇവിടെ. ഇത് മിസ്റ്റർ VR ജോസ്, ആർട്ടിസ്റ്റാ. നല്ല വരയാ, അതെടുത്ത് കൊടുക്കണോ? VR ജോസ് ഡിസൈൻ ചെയ്തതാണേ. ഇതൊക്കെ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? മതി, ഞാൻ പറഞ്ഞില്ലേ എന്തിനത്ര തിരക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എത്ര വേണമെങ്കിലും വരയ്ക്കാം. സാറിന്റെ പുസ്തകത്തിന് ഒരു കവർ വരയ്ക്കാൻ പറ്റുന്നത് എന്റെ ഭാഗ്യമാണ്. കവർ ഓഫ് സെറ്റ് നല്ല കളർഫുൾ ആയിട്ട് ചെയ്യിക്കാൻ എന്റെ പ്ലാൻ. എഴുതി തീർത്ത അധ്യായങ്ങള് ഓരോന്നായിട്ട് തെറ്റിതിരുത്തി ഇങ്ങോട്ട് തന്നാൽ പ്രിന്റിങ് തുടങ്ങായിരുന്നു. ആട്ടെ, എവിടം വരെ ആയി? എന്ത്? നോവൽ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ലെന്നോ? അപ്പൊ നവംബറിൽ എങ്ങനെ പുസ്തകം കൊടുക്കും? കൊടുക്കാന്ന് പ്രതിജ്ഞ ഒന്നും എടുത്തിട്ടില്ലല്ലോ. എങ്കിലും എന്ന് തുടങ്ങും എന്ന് തീരും എന്നൊന്നും പറയാൻ പറ്റില്ല. ദോശ വിട്ടെടുക്കൊന്നുമല്ല. അതറിയാം. എങ്കിലും NS അല്ല, ഞാനൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പത്രത്തിൽ ഞാനൊരു പരസ്യം കൊടുത്തു, പ്രീ പബ്ലിക്കേഷന്റെ. ഇന്നലെ മുതൽ ചേരാൻ ആളുകളെ തിരക്കാ. നവംബറിൽ പുസ്തകം കൊടുക്കാൻ ഞാൻ പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്നോട് ആര് പറഞ്ഞു കൊടുക്കാൻ? കേട്ടാ? ആരോട് ചോദിച്ചോണ്ട് കൊടുത്തു? അല്ല, അതിപ്പോ ഞാൻ തന്നെ അറിയാണ്ട്. ഞാൻ എഴുതുന്നില്ല. NS എഴുതിയാൽ തന്നെ പുസ്തകം തനിക്ക് തരുന്നില്ല. എന്താ പറയണേ? തന്നെ പോലുള്ള മൂന്നാംകിട പബ്ലിഷേഴ്സിന് പുസ്തകം കൊടുക്കാൻ തയ്യാറായി എന്നെ വേണം പറയാൻ. NBSനെയും DC ബുക്സിനും തഴഞ്ഞിട്ടാ തനിക്ക് തരാൻ അത് സമ്മതിച്ചത്. ശരിയാ. നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. പോകാം. NS ഇറങ്ങിപ്പോടോ. അല്ല, ഞാൻ എന്നാ പിന്നെ നമുക്ക് പോവാം. NS ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഇവിടെ വന്ന് ആലോചിക്കാതെ ഒന്നും ഞാൻ ചെയ്യില്ല. ഉറപ്പാ. ഈശ്വരനാണ് ഉറപ്പ്. ദേ, ഈ കാല് പിടിച്ച് ഞാൻ പറയാം, എന്നോട് ക്ഷമിക്കണം, എന്നെ ഉപേക്ഷിക്കരുത്. പന്നിക്കച്ചവടം അല്ലേ? പന്നിക്കച്ചവടം. പന്നി കച്ചോടാ? എന്താ NS ഇത്? നിങ്ങൾക്കൊക്കെ അതേ ചേരൂ. അങ്ങനെ വല്ലതും ചെയ്ത് കാശുണ്ടാക്ക്. അല്ലാതെ എന്നെ വിറ്റങ്ങനെ കീശ വീർപ്പിക്കാൻ നോക്കണ്ട. NSന് നിങ്ങളുടെ ഒരു ചില്ലിക്കാശും വേണ്ട. 10-12 വർഷമായിട്ടൊരു വരി പോലും കുറിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചു. ഞാൻ ചെയ്തു വെച്ച പുസ്തകങ്ങളുടെ വരുമാനം മതി എനിക്ക്. നിങ്ങളെ ഇനി എന്റെ മുമ്പിൽ കാണരുത്. ഒരു മിനിറ്റ് പ്ലീസ്. സുധിയാണ് പറയുന്നത്. പ്ലീസ് ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറിനോട് NSന് വലിയ ബഹുമാനാ. എനിക്ക് നല്ല പുളിച്ച തെറി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം നീ ചോദിച്ചതല്ല. ഇവന്മാരൊന്നും എനിക്കൊരു പേടിയില്ല. ക്ഷമ എപ്പോഴും നല്ലതാ. ഭൂമിയോളം ക്ഷമിക്കുക. അത് മനസ്സിലായി. ആ വാസുവേട്ടനൊക്കെ
എത്ര നല്ല മനുഷ്യനാ. ഇയാള് തനി എന്റെ അമ്മേ, കാട്ടുപോത്തിന്റെ ജന്മ. അയാള് കാണിച്ച വൃത്തികേടല്ലേ? ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കുന്ന സ്ട്രെയിൻ എന്താണെന്ന് അയാൾക്കറിയോ? എല്ലാം ശരി, സമ്മതിക്കുന്നു. എങ്കിലും അയാളുടെ ഇരിപ്പ് കാണുമ്പോ പാവം തോന്നുന്നു. ഇനി അയാളുടെ ദേഷ്യപ്പെടണ്ട പ്ലീസ്. എനിക്ക് വേണ്ടി ഈ മുഖം ഒന്ന് തെളിയട്ടെ. ഓ, ദേഷ്യം വരുമ്പോ കാറ് കൊണ്ട് ആകാശം പോലെയാ. മൂഡ് നഷ്ടപ്പെടുത്തിയ അയാള്. അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിട്. മധ്യമാവധിയിൽ നല്ലൊരു കീർത്തനം വായിച്ചു കേട്ടാ മൂടൊക്കെ തനിയുണ്ടാവും. പണ്ട് കഞ്ഞി പറ്റു കുറച്ചെന്നും പറഞ്ഞ് ഞാൻ ശാഠ്യം പിടിച്ച് കരയുമ്പോ ഉള്ളി കാച്ച് നെയ്യൊഴിച്ച് ചോറിട്ടി തരുന്നത് പറഞ്ഞ അമ്മ എന്റെ കരച്ചിലടക്കും. പക്ഷെ ആ നാളെ ഉണ്ടാകാറില്ലെന്ന് മാത്രം. ഞാനും അമ്മയെ പോലെ മോഹിപ്പിച്ച്. അല്ല, നീ എനിക്ക് നെയ്യൊഴിച്ച ചോറ് മാത്രമല്ല, മോഹിച്ച ജീവിതം തന്നെയാണ് വാരിത്തരുന്നത്. മതി മതി, എന്നെ ഇഷ്ടമുള്ള പേര് തന്നാ മതി. എഴുതുന്നത് ഈ ചന്തുനായർക്ക് എന്നെ തരണം. സത്യം പറയാലോ, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പഴാ. ഈ ആഴ്ച എഴുതി തുടങ്ങണമെന്ന് വിചാരിച്ചതാ, പറ്റിയില്ല. മനസ്സ് എഴുതാൻ പാകമായിട്ടില്ല. ഒരു വരി എഴുതിയിട്ട് ഏതാണ്ട് 10-12 വർഷത്തോളം ആയില്ലേ. സാവകാശം മതി. സ്മാർട്ട് കളിക്കണ്ട, സാവകാശം മതി. ചൂടാവില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ചൂടാവൂ? പറയൂ. മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ചിലപ്പോ ഏകാഗ്രത കിട്ടാതെ വരും. തെറ്റല്ല. ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലെന്നും വരും. മനസ്സിലായി. അവരെന്ന് പോവും? കക്ഷി പോകുന്നില്ല. പിന്നെ കൂടെ താമസിപ്പിക്കാനാ പ്ലാൻ? അതെ, ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകും. എന്നെ ചെന്ത് ഭ്രാന്തായി പറയണേ. ഈ ഭ്രാന്ത് എനിക്ക് ആവശ്യമാണ് ചന്ദ്രനായരെ, അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. ഉറങ്ങിക്കിടന്ന എന്നെ ഉണർത്തിയത് അവളാണ്. നഷ്ടപ്പെട്ടു പോയ എന്റെ മനസ്സും ജീവിതവും തിരിച്ചു നേടിത്തന്നത് അവളാണ്. ആളുകൾ എന്ത് പറയൂ എന്നെ? എന്ത് വേണമെങ്കിലും പറയാം. എന്റെ മനസാക്ഷിയാണ് എന്റെ ശരി, എന്റെ സത്യം. എങ്കിലും ഇത് എന്നെ അതല്ല, ഒരു ഭാര്യ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് സ്ത്രീയെ കിട്ടില്ലേ? ഇതൊരു സിനിമാക്കാരി, അതും വേറൊരാള് കുറെ നാള് കൊണ്ടു നടന്ന്. ഞാൻ അന്തസ്സും പാതിവൃത്തി ഒന്നും പറയണ്ട. അന്തസ്സും പണവും പ്രതാപവും ഉള്ള വീട്ടിലെ സംസ്കാര സമ്പന്നയായ ഒരു പെണ്ണ് ഒരു താലിച്ചാട്ടിൽ എന്റെ കൈയും കാലും മനസ്സും കെട്ടി ഉമിത്തിയിലിട്ട് നീറ്റി ചോരയും നീരും ഉറവകളും വറ്റിച്ച് എന്റെ ചേതനകളെ മരവിപ്പിച്ച് ഒടുവിൽ എന്റെ കുഞ്ഞിനെയും കൊണ്ട് മാംസബലമുള്ള മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വരെ കഴിഞ്ഞ അന്തസ്. മതി, എന്തിനാ വെറുതെ കഴിഞ്ഞതൊക്കെ. ചന്ദ്രനായരെ, അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ്. പരിഹസിക്കാനും അപമാനിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പുനർജന്മം കിട്ടിയത് ഇവരിലൂടെയാണ്, ഇവരുടെ സ്നേഹത്തിലൂടെ. ലോകത്തിലെ ഏത് ശക്തി എതിർത്താലും ഇവരെ എനിക്ക് വേണം. ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നരുത്. ഒരുപാട് അനുഭവിച്ച മനുഷ്യനാ. താഴത്തെ പടിയിൽ നിന്നും വന്നതാ. പണവും പ്രസിദ്ധിയും ഒക്കെ കിട്ടി. പക്ഷെ മനസ്സുഖം എല്ലാം എനിക്കറിയാം. ഈ മനുഷ്യനെ ഞാൻ നശിപ്പിക്കില്ല. നശിക്കുന്നെങ്കിൽ അത് ഞാനായിരിക്കും.